SDP ഇപ്പോഴും നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയ വിഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പൊളിറ്റിക്കൽ ഭാവി എന്താണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അത്തരം ഒരു പ്രത്യയശാസ്ത്രം, അത്തരം ഒരു നിലപാടിന് കേരളത്തിൽ അംഗീകാരം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദേ ആർ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആൻഡ് ദേ ആർ ഇൻ പവർ എന്നതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. SDP പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ആദ്യം മുന്നോട്ട് വെച്ച വളരെ തന്ത്രപൂർവ്വം അവർ മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്. ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം, അതിലൂടെ അധികാരം പിടിക്കാം. ആലപ്പുഴ അറിയാമല്ലോ, ഒരാളുടെ വീട്ടിൽ കയറി തല കൂടെ അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിസ്സാരമായി കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഹിന്ദു ജനസംഖ്യയിൽ 27% ഈഴവരാണ്. അവരെ കൂടെ നിർത്തിയാൽ പിന്നീട് ദളിതന്മാരും മുസ്ലിങ്ങളും മറ്റ് പിന്നോക്കക്കാരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റും. കണക്കൂട്ടലൊക്കെ വളരെ കറക്റ്റാണ്. ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാകും. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുമായിരിക്കാം. പക്ഷേ ഇത് വിദൂരമല്ല ഇങ്ങനെയൊരു സംഭവം. ചെറിയ പാളിച്ചകൾ പോലും വന്നാൽ ഇന്ത്യ മുന്നണി തകർന്നു പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അത് രാഹുൽ ഗാന്ധിക്കാണ് വെല്ലുവിളി, നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയാണ്. നമസ്കാരം, വെൽക്കം ടു ഇൻ്റർവ്യൂ. ശ്രീ കോന്നി ഗോപകുമാറുമായിട്ടുള്ള സംഭാഷണം ഇവിടെ തുടരുകയാണ്. വെൽക്കം സാർ. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് BJPയുടെ കേരളത്തിലെ ഭാവി എന്താണ്, കോൺഗ്രസ് സർവൈവ് ചെയ്യുമോ ഇല്ലയോ, CPM നശിക്കും എന്നുള്ള താങ്കളുടെ സബ്ജക്റ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. താങ്കളുടെ തന്നെ ഒരു വിലയിരുത്തലിൽ 2026 ആകുമ്പോൾ ഇവിടെ ആരൊക്കെ ശേഷിക്കും? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ചോദ്യമാണ്. കാരണം കേരളം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ജന്മം കൊടുക്കുകയും അതിലേറെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അന്തകരാകുകയും ചെയ്തൊരു സമൂഹമാണ് കേരളത്തിലുള്ളത്. എന്ന് വെച്ചാൽ കേരളം നിരവധി രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കേരളം ഒരു ശ്മശാന ഭൂമിയാണ്. അത് പഴയ കാലത്ത് അതിൻ്റെ ഒരു ഉദാഹരണം 1957 അന്ന് കേരള നിയമസഭയിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു, PSP. ഇപ്പോഴും നാമമാത്രമായിട്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കത്. ആ PSPക്ക് അന്ന് 9 സീറ്റുണ്ടായിരുന്നു 1957. 1960 PSPക്ക് 20 സീറ്റുണ്ടായിരുന്നു. ഈ 1960 വരുമ്പോൾ പഴയ ജനസംഘം, അതായത് ഇപ്പോഴത്തെ BJPയുടെ പ്രാഗ് രൂപം, 0.07% വോട്ടാണ് അവർക്ക് കിട്ടിയത്. അവിടാണ് PSPക്ക് 20 സീറ്റ് ഉണ്ടായിരുന്നത്. അതുപോലെ 1967 SSP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകൾ. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ വംശനാശം സംഭവിച്ചു. വീരേന്ദ്രകുമാർക്ക് സോഷ്യലിസ്റ്റാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അപ്രസക്തരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ കോൺഗ്രസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ എന്തെങ്കിലും 1-2 സീറ്റ് ജയിക്കുക എന്നുള്ളതിനപ്പുറത്തൊരു കാര്യമില്ല. SSPക്ക് 19 സീറ്റുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1977 ഒരു പാർട്ടിയാണ് NDP. NDPക്ക് 77 അവർ 8 സീറ്റിൽ മത്സരിച്ചു, 5 സീറ്റ് ജയിച്ചു. 77 തൊട്ട് 92 വരെ NDP ഇവിടെ നിലനിന്നിരുന്നു. അപ്പം സീറ്റ് വലിയ വ്യത്യാസമില്ല വന്നു. മന്ത്രിമാരുണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആ പാർട്ടി ഒരു ശക്തമായ, അത്യാവശ്യം ഒരു പ്രാദേശികമായ ഒരു പാർട്ടിയായിട്ട് മാറി. 92 മറ്റു പാർട്ടികളൊക്കെ മരിച്ചപ്പോൾ PSP ഒക്കെ ഒരു യൗവനത്തിൽ മരിച്ചു, SSP ബാലമരണം സംഭവിച്ചു ഒക്കെ ആണെങ്കിൽ NDPയെ സംബന്ധിച്ചിടത്തോളം NDPയെ ഗില്ലറ്റിൻ ചെയ്യുമായിരുന്നു, കൊല്ലുകാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം NDPക്ക് അന്ന് നേതൃത്വം കൊടുത്തത്, NDP 77 ഉണ്ടാകുമ്പോൾ നേതൃത്വം കൊടുത്തത് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപോലെ NDPയെയും NSSനെയും കൊണ്ടുപോകാൻ കഴിയുന്ന അനിതരസാധാരണമായ കഴിവുള്ളൊരു നേതാവായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. തൊട്ടുപുറകെ PK നാരായണ പണിക്കർ എന്ന് പറയുന്ന നേതാവ് വന്നത് വളരെ ദുർബലനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹം വന്ന് പുറകെ G. സുകുമാരൻ നായരും അധികാരത്തിൽ വന്നു. അപ്പോൾ സുകുമാരൻ നായരെ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി ഈ NSSും ഈ NDPയായിട്ട് കൊണ്ടുപോയുള്ളൊരു കുഴപ്പം, NDPക്ക് മന്ത്രിമാർ വരും, 2 അധികാര കേന്ദ്രം. അപ്പോൾ മന്ത്രി കൊടിവെച്ച കാറിൽ പെരുന്നയിൽ വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കുന്നതിനൊക്കെ ഒത്തിരി അപ്പുറമാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇതിനെ വധം പ്രഖ്യാപിച്ചു. അങ്ങനെ അത് ഗില്ലറ്റിൻ ചെയ്തു. അങ്ങനെ 92 NDP ഇല്ലാതായി. ഒരു കാട്ടിൽ 2 സിംഹം എന്ന് സുകുമാരൻ നായർ മതി. ഒരു കാട്ടിൽ ഒറ്റ സിംഹം മതി. പിന്നെ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആകാം. സിംഹം പറയുന്ന കേട്ട് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ കിട്ടും. അത് സിംഹത്തിൻ്റെ കാലം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പിന്നെ സിംഹമാകാമല്ലോ, സിംഹ കുഞ്ഞുങ്ങളല്ല, അതുകൊണ്ട് ആ കുഴപ്പമൊന്നും വരികയില്ല. അപ്പോൾ രണ്ടാമത് വന്നത് SRP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. SRP SNDP ഉണ്ടാക്കിയ പാർട്ടിയായിരുന്നു. അവർക്ക് 2 MLAമാർ വരെ വന്നിട്ടുണ്ട് മാക്സിമം. പക്ഷേ അത് ബാലമരണം സംഭവിച്ചു പോയി, ആരംഭത്തിൽ തന്നെ അതങ്ങ് പോയി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പാർട്ടികളിവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം സർവൈവ് ചെയ്ത് നിൽക്കുന്ന പാർട്ടി 1964 ഉണ്ടായ കേരള കോൺഗ്രസ്സാണ്. കേരള കോൺഗ്രസിൻ്റെ ഒരു സൃഷ്ടിക്ക് കാരണക്കാരനായ മാറിയത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹമാണ് തിരുനക്കര മൈതാനത്ത് വെച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതും കേരള കോൺഗ്രസ് നാമകരണം ചെയ്യുന്നതൊക്കെ. 65 കേരള കോൺഗ്രസ് 54 സീറ്റിൽ മത്സരിച്ചു.
അവരുടെ 23 സ്ഥാനാർത്ഥിയും അവർ പിന്തുണച്ച 2 സ്വതന്ത്രന്മാരും അടക്കം 25 പേര് ജയിച്ചു. 54 മത്സരിച്ചാണ്. 62 വന്നപ്പോൾ അവർ 62 സീറ്റ് മത്സരിച്ചു. പക്ഷേ 5 ജയിച്ചുള്ളൂ. കേരള കോൺഗ്രസ് ഒരു കോട്ടയം മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയായി മാറിപ്പോയി. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ DMK പോലെ, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ നമ്മുടെ ബംഗാളിലെ തൃണമൂലിനെ പോലെ, അല്ല ആന്ധ്രയിലെ തെലുങ്ക് ദേശം പാർട്ടിയെ പോലെ ശക്തമായൊരു പാർട്ടിയാണ് YSR. അതുപോലെ നല്ലൊരു പാർട്ടിയായിട്ട് മാറായിരുന്നു. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒക്കെ പാർട്ടി, NT രാമറാവുവിൻ്റെ പാർട്ടി പോലെയൊക്കെ ആകാമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സ്പേസ് ഉപയോഗപ്പെടുത്താൻ കേരള കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസ് അധികാരത്തിലെത്തി അവർക്ക് മന്ത്രിമാർ വരികയൊക്കെ ചെയ്തപ്പോൾ ഈ സഭകൾ ഇതിനെ അങ്ങ് ഹൈജാക്ക് ചെയ്തു. ബിഷപ്പുമാരുടെ നിയന്ത്രണത്തിലായി കേരള കോൺഗ്രസ്. അപ്പോൾ വന്നപ്പോൾ കോട്ടയം ജില്ല മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്ന് കോട്ടയം ജില്ലയ്ക്ക് അത് പുറത്ത് പോയുമില്ല. അങ്ങനെ അങ്ങ് ഒതുങ്ങിപ്പോയി. ഇപ്പോൾ കേരള കോൺഗ്രസ് 9 ഗ്രൂപ്പോ എന്തോ കേരള കോൺഗ്രസ് ഉണ്ട്. വളരും തോറും വളരുകയും ചെയ്തുകൊണ്ട് ഇനി പിളരാനൊന്നും ഇല്ല. ഇനി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അനൂപ് ജേക്കബിൻ്റെ കാലത്തോടു കൂടി അത് കഴിഞ്ഞു. അത് ജോണി നെല്ലൂരും പോയി. അപ്പോൾ അതിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം 5 കേരള കോൺഗ്രസ് കണ്ടുണ്ട്. പിന്നെ LDFൻ്റെ കൂടെ, UDFൻ്റെ കൂടെ 4 3 കേരള കോൺഗ്രസ്. ഇപ്പോൾ കേരള കോൺഗ്രസ് എത്ര ഉണ്ട് എന്ന് ചോദിക്കുക, അതിൻ്റെ ചെയർമാൻമാരുടെ പേര് പറയുകയും ചെയ്യണമെന്നല്ലേ മരിച്ചുപോയ ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നാലും നടക്കുന്ന കാര്യമല്ല. കാരണം അത്ര ദുരൂഹമാണ് ഈ സംഭവത്തിൻ്റെ കാര്യം. അപ്പോൾ കേരള കോൺഗ്രസ് പ്രാദേശിക പാർട്ടിയായി വളരാൻ സാധ്യതയുള്ളൊരു കേരള കോൺഗ്രസ് ഇല്ലാതായി. ഒരുപക്ഷെ അതിനെ പ്രാദേശിക പാർട്ടിയാക്കി വളർത്താൻ ഒരു ശ്രമം നടത്തിയ ആളാണ് KM മാണി സാറ്. മാണി സാറ് അതുകൊണ്ടാണ് അധ്വാനവർഗ സിദ്ധാന്തം പറഞ്ഞത്. കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. അതിൽ ആ ഇടതുപക്ഷ മനസ്സിനെ ഉപയോഗിച്ച് കേരള കോൺഗ്രസിനെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കാൻ, ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാക്കാൻ ശ്രമം അദ്ദേഹം നടത്തി. പക്ഷേ കോൺഗ്രസ് കൂടെ നിന്ന് പാരവെച്ചു. നമുക്ക് നമ്മുടെ കൂടെ നിന്നോളൂ, പക്ഷെ നമ്മുടെ ഒരു 2 പടി താഴെ, കോട്ടയത്തിനപ്പുറത്തോട്ട് പോകണ്ട എന്നായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. അദ്ദേഹം CPM-നും പരീക്ഷിച്ചു. പക്ഷേ CPM-നെ കേരള കോൺഗ്രസിൻ്റെ സാധ്യത വേണ്ട പോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇന്നുണ്ട്, പക്ഷേ പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. അന്ന് മാണി സാറിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിൽ, സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കാൻ അന്ന് CPM തയ്യാറായിരുന്നേ. അതിനകത്ത് വേറെ കഥയാണ്, അത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഞാനും അത് ഇല്ലാതാക്കിയതാണ്, അദ്ദേഹം ഇല്ലാതാക്കിയതല്ല, അല്ലാതെ ഇല്ലാതാക്കിയതാണ്. അപ്പോൾ എന്തായാലും ശരി, ഈ മാണി സാറിനെ ഉപയോഗപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ വന്നിരിക്കുന്നത്, മാണി സാറിൻ്റെ പാർട്ടിയുടെ അവകാശമായിട്ട് വന്നത് ജോസ് കെ മാണിയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് ഉള്ളതിൽ ഇച്ചിരി പ്രബലമായൊരു പാർട്ടി. ഈ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിക്ക് ഒരു നിയമസഭ മണ്ഡലമില്ല. 53 വർഷം KM മാണി സാറ് പാലയുടെ മുടിചൂടാൻ മന്നനായിരുന്ന അവിടെ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ ധൈര്യം വന്നില്ല. അദ്ദേഹം മത്സരിച്ചുമില്ല. പിന്നെ മത്സരിച്ചപ്പോൾ തോറ്റും പോയി. അപ്പം നിയമസഭാ മണ്ഡലമില്ലാത്ത ഒരു കേരള കോൺഗ്രസ് നേതാവിനെ, മന്ത്രി അല്ലാത്തൊരു കേരള കോൺഗ്രസ് നേതാവിന് പാർട്ടിയെ നയിക്കാൻ പറ്റുകയില്ല. അത് R ബാലകൃഷ്ണനിലായാലും PJ ജോസഫ്, TM ജേക്കബ്, ഇവരെല്ലാം മന്ത്രിമാരും പാർട്ടി ചെയർമാനുമായിരുന്നു. കാരണം മന്ത്രി സെൻറ്റേഡ്, ഒരു മിനിസ്റ്റർ സെൻറ്റേഡ് പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സംഭവം വെച്ചാൽ റോഷി അഗസ്റ്റിനാണ് മന്ത്രി, ചെയർമാൻ ജോസ് കെ മാണിയാണ്. കാര്യങ്ങൾ തീരുമാനിക്കുന്ന റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് പോയല്ലേ പറ്റുള്ളൂ. എന്തിനാണ് ജോസ് കെ മാണിയുടെ അടുത്ത് പോകുന്നത്? വാസവനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരിടുന്നൊരു പ്രശ്നം, അവർ വളരെ വേഗം ഒരു ഒരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സർവ് ചെയ്യാൻ പറ്റും. അതൃപ്തരാണ്. അണികളൊന്നും ഇല്ല, എല്ലാം പോയി കഴിഞ്ഞു. എന്നാലും മാണി സാർ എന്ന് പറഞ്ഞൊരു വികാരം കടുത്തുരുത്തിയിലൊക്കെ അത് ശക്തമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. KM മാണി ഫാൻസ് ഉണ്ടായിരുന്നല്ലോ. അല്ല, KM മാണി സാറിന് കേരള കോൺഗ്രസിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ജനങ്ങളുടെയും സ്വാധീനമുള്ള. അതുകൊണ്ട് ഈ കേരള കോൺഗ്രസിൽ വന്നതിനകത്ത് സാറിന് ഉപയോഗിച്ച് വിശേഷിപ്പിക്കപ്പെട്ട നേതാവ് മാണി സാറല്ലേ ഉള്ളൂ. മാണി സാറിനെ അദ്ദേഹത്തെ പഠിപ്പിച്ച ആൾക്കാർ വരെ മാണി സാറിനെ വിളിക്കത്തുള്ളൂ. മാണി സാർ സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ മാണി സാറേ ഉള്ളൂ. ആ ഒരു സാർ പ്രയോഗം വേറെ ഒരു നേതാവിനും കിട്ടിയില്ല. അപ്പോൾ കാരണം ഞാനതാ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഉള്ളതിൽ ശക്തമായ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, മാണി സാറിൻ്റെ ഒരു യഥാർത്ഥ പിൻഗാമിയാകാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ല. മാണി സാറ് അടിവരയിട്ട് അടിവരയിട്ട് പറയുന്നതാണ്. അസർട്ടൈൻ ചെയ്ത് നിൽക്കാൻ മാണി സാറിനറിയാം. അദ്ദേഹത്തിനത് സാധിക്കുന്നില്ല. അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും വേണ്ട. പാലായിൽ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ച വേദിയിൽ അതിനു മുമ്പ് പ്രസംഗിച്ചിരുന്ന ചാഴിക്കാടനെ പരസ്യമായിട്ടല്ലേ ശാസിച്ചത്. ചാഴിക്കാടൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം അതാണ്. ആർജവമില്ലാത്തൊരു നേതാവിന് കോട്ടയത്തുകാർ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യത്തില്ല. അത് വളരെ സിമ്പിളാണ് കാരണം. അവർക്ക് വലിയ ആത്മാഭിമാനമുള്ള ആളുകളല്ലേ.
അവരുടെ അടുത്ത് ആരുടെയും മുന്നേ വഴങ്ങി നിൽക്കുന്ന ഒരു എം പി അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആവശ്യം ധൈര്യമുള്ള എം പി ആയിരുന്നു. പക്ഷേ ഫ്രാൻസിസ് ജോർജ് പലയിടത്ത് പരാജയപ്പെട്ടിട്ടും അവിടെ ജയിച്ചു വന്നപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നോട്ടായിക്ക് വോട്ട് കിട്ടിയ രണ്ടാമത്തെ സ്ഥലം കോട്ടയമാണ്. 11,000 വോട്ടാണ്. 11,000 വോട്ടാണ് നോട്ടായിക്ക് അവിടെ കിട്ടിയത്. ഏറ്റവും കൂടുതൽ നോട്ടായിക്ക് വോട്ട് കിട്ടിയത് ആലത്തൂരാണ്. ഈ നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ മത്സരിച്ച സ്ഥലത്ത് 12,000-ലധികം വോട്ടാണ് നോട്ടായി കിട്ടിയത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ആ ജനങ്ങളുടെ അസംതൃപ്തി. ജനങ്ങൾ അകലുകയാണ്. ഇത് കേരള കോൺഗ്രസിൻ്റെ കാര്യം. ഇപ്പോൾ നമുക്ക് വേറൊരു ചെറുകിട പാർട്ടി എന്ന് പറഞ്ഞാൽ LDFിലെ തന്നെ ഒരു പ്രബല കക്ഷിയാണ് കേരള കോൺഗ്രസ്, ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ പാർട്ടി. അതിൻ്റെ ഒരു അവസ്ഥ, അതിൻ്റെ ഒരു ഭാവി എന്താ കാണുന്നത്? ബാലകൃഷ്ണപിള്ള സാറ് പാർട്ടി എപ്പോഴും വളർത്താൻ വേണ്ടിയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു വാഹനമല്ലേ ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. അതൊരു ബെൻസ് കാരണം അദ്ദേഹത്തിനല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ടാമതൊരു നേതാവിനെ സങ്കല്പിക്കാൻ പോലും ബാലകൃഷ്ണപിള്ള സാറിന് പറ്റത്തില്ല. അതിനകത്ത് രസകരമായ ഒരു സംഭവമുണ്ട്. UDFിൽ ബാലകൃഷ്ണപിള്ള സാർ നിൽക്കുമ്പോഴേ അന്ന് ജോസഫും പുതുശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നതാണ്. ഇവർ രണ്ടുപേരും UDF യോഗത്തിൻ്റെ ഇല്ലെന്ന്. അപ്പോൾ സീറ്റ് വിഭജനമൊക്കെ വന്നപ്പോഴേ കരുണാകരനോടെ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ പത്രാധിപർ വിളിച്ച് പറഞ്ഞ് ജോസഫും പുതുശ്ശേരിക്ക് ഞങ്ങളുടെ സഭക്കാരനാണ്, അദ്ദേഹത്തിനൊരു സീറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന്. അപ്പോൾ അന്ന് മല്ലപ്പള്ളി നിയോജകമണ്ഡലമുണ്ട്. അപ്പോൾ അവിടെ പക്ഷേ ബാലകൃഷ്ണപിള്ള സാറിനോട് പറയാനൊക്കത്തില്ലല്ലോ, പിന്നെ കരുണാകരന് പറയാൻ പറ്റില്ലല്ലോ ഇദ്ദേഹത്തെ കൂടെ മത്സരിപ്പിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു നമുക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഏത് R ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയിലെ പുതുശ്ശേരിക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നത് കരുണാകരൻ. അതാണ് കരുണാകരൻ്റെ തന്ത്രം. അപ്പോൾ ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ മണി സാർ പറഞ്ഞപ്പോൾ ജോസഫും പുതുശ്ശേരിയും ബാലകൃഷ്ണപിള്ള സാറും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിള്ള വളരെ മാന്യനാണ്, അദ്ദേഹം വളരെ ആഢ്യനുമാണ്, ആവശ്യമില്ലാത്ത ഒരു അവകാശം അതും പറയത്തില്ല. എങ്കിലും അദ്ദേഹത്തിന് കൊട്ടാരക്കര സീറ്റ് ബാലകൃഷ്ണപിള്ളയ്ക്കുള്ള വേറെ ചോദിക്കാൻ ആരും ഇല്ലല്ലോ, അതങ്ങ് തീരുമാനിച്ചല്ലോ. എങ്കിലും ഒരു സീറ്റ് അദ്ദേഹം മാന്യത നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല. ഒരു സീറ്റെങ്കിലും കൂടെ കൊടുക്കും. ഇത്രയും ആളുകൾക്ക് സീറ്റ് കൊടുക്കുമ്പോഴേ ഒരു സീറ്റ് കൂടെ കൊടുക്കണം. എനിക്ക് തോന്നുന്നത് എപ്പോഴും അദ്ദേഹത്തിനോട് വന്നിരിക്കുന്നല്ലേ നമ്മുടെ ഈ പുതുശ്ശേരി, മല്ലപ്പള്ളി പുതുശ്ശേരിക്ക് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ബാലകൃഷ്ണപിള്ളയ്ക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം വരാൻ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉണ്ടാനൊക്കത്തില്ലല്ലോ. അങ്ങനെ പുതുശ്ശേരി മത്സരിച്ച് ജയിച്ചു. അതോടെ പുതുശ്ശേരിയുടെ ഇടപാട് നിന്ന പാർട്ടിയിൽ രണ്ടാമതൊരു നേതാവിനെ അദ്ദേഹം എടുക്കില്ല. ഗണേഷ് കുമാറിനെ അഡ്മിറ്റ് ചെയ്യാൻ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിൻ്റെ ബാലകൃഷ്ണപിള്ള സാർ ഇതിലല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓരോ പാർട്ടിക്ക് ഓരോ സ്റ്റൈലുണ്ട്. ഗണേഷ് കുമാറിൻ്റെ പാർട്ടി അദ്ദേഹം പിള്ള സാറിൻ്റെ കാലം കഴിഞ്ഞു, ഇപ്പം മകൻ പിള്ളയാണ്. അദ്ദേഹത്തിന് പത്തനാപുരത്തിനപ്പുറത്ത് ലക്ഷ്യമൊന്നുമില്ല. പക്ഷെ അത് ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, മാറി 25 കൊല്ലമായി, 5 ടേമായി. അല്ല എന്നിട്ടും അല്ല, ഇനി 2026 ആകുമ്പോൾ ഈ പാർട്ടിയുടെ ഭാവി എന്താകും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, പാർട്ടിയുടെ ഭാവി, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് നോക്കണ്ട. അത് ഗണേഷ് കുമാറിൻ്റെ ഭാവിയെക്കുറിച്ച് നോക്കിയത്. ഗണേഷ് കുമാർ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും പാർട്ടിയിലോ വേറെ ഏതെങ്കിലും മുന്നണിയിലോട്ടോ വേറൊരു സംവിധാനത്തിലോട്ടോ ഒരു പക്ഷേ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. രാഷ്ട്രീയം വിട്ടാൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുള്ളത്. അതാണ് സാധ്യത. സുകുമാരൻ നായരുടെ പിൻഗാമി ഗണേഷ് കുമാർ ആകാൻ സാധ്യതയുണ്ട്. ഞാൻ സാധ്യതയാണ് ഈ പറയുന്നത്. സുകുമാരൻ നായർ വളർത്തുമോ? സുകുമാരൻ നായർ വളർത്തി, അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളാണല്ലോ. അതെ, സുകുമാരൻ നായർ വളർത്താൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളെയാണ് അടുത്ത ജനറൽ സെക്രട്ടറി ആക്കാൻ. മകളെ പിന്നെ അവിടെ ഹൈറോജി കോളേജിൻ്റെ ചുമതലയോ കൊടുത്ത് എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരാളെ ബാലകൃഷ്ണപിള്ള സാറ് NSSന് വേണ്ടി കൊടുത്തിട്ടുള്ള സംഭാവനകൾ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല, സമുദായത്തിന് മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് മകനൊരു പരിഗണന കിട്ടണം. അല്ല, കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, NSSന് പണ്ട് സംഭാവന ചെയ്ത ആളുകളെ മുഴുവൻ പറന്ന പാരമ്പര്യമാണ് ഇപ്പോഴത്തെ NSSൻ്റെ നേതൃത്വത്തിനുള്ളത്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറവി അവർക്ക് അനിവാര്യമാണ്. കാരണം മറവിയിലാണ് അവർ നിലനിൽക്കുന്നത്, ഓർമ്മയിലല്ല നിലനിൽക്കുന്നത്, മറവിയിലാണ്. ഓക്കെ, അതിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം പ്രബല കക്ഷികൾ പറയാം. അനൂപ് ജേക്കബിൻ്റെ പാർട്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതൊക്കെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുക. പക്ഷേ ഇപ്പോൾ ഈ ഗണേഷ് കുമാറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കേരളത്തിലെ 3 പേരാണ് മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്നത്. ഒന്ന് K മുരളീധരൻ, മറ്റൊന്ന് പിന്നെ ഇദ്ദേഹം പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ മകന്, അനൂപ് ജേക്കബ്. ഇവർ 3 പേരിലും സർവൈവ് ചെയ്യുന്നെങ്കിൽ ഇവർക്ക് 3 പേർക്കും മണ്ഡലമുണ്ട്. അതിനകത്ത് മണ്ഡലമില്ലാതെ പോയത് മാണി സാറിൻ്റെ മകന് മാത്രമാണ്. ജോസ് കെ മാണിക്ക് സ്വന്തമായിട്ട് മണ്ഡലം ബിൽഡപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് വലിയൊരു പോരാഴി. ഇപ്പം ഗണേഷ് കുമാറിനെ എന്ത് പറഞ്ഞാലും UDF നിന്നാലും ജയിക്കും, LDF നിന്നാലും ജയിക്കും. അത്തരത്തിലൊരു ജനസ്വാധീനം ഉണ്ടാക്കാൻ ഗണേഷിന് കഴിഞ്ഞു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെ വ്യക്തിപരമായ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരു ജനകീയ നേതാവാണ്, നല്ല MLA ആണ്. അതെ, അത്ര പേരും ജനകീയനാകാൻ ജോസ് കെ മാണിക്ക് കഴിയാത്തത് കൊണ്ടാണ് ആ പാർട്ടിയുടെ പരിമിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ആ പാർട്ടിക്ക് അകാല മരണം വിദൂരമല്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ അത് പ്രബല കക്ഷികളെല്ലാം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മുസ്ലിം ലീഗിനെ കുറിച്ച് പ്രത്യേകിച്ച് സംശയമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും മുസ്ലിം ലീഗിന് അതിശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ
ഇസ്ലാമിക പാർട്ടികൾ തന്നെ വരുന്നു. ഒരു ഭാഗത്ത് SDP, കരുത്ത് കൊണ്ട് ദുർബലരാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിഭാഗമായ വെൽഫെയർ പാർട്ടി. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ ഒരു മുസ്ലിം പൊളിറ്റിക്സ് എങ്ങനെയായിരിക്കും, എസ്പെഷ്യലി മലബാർ ഫോക്കസ് ചെയ്തിട്ട്? അല്ല, മുസ്ലിം ലീഗാണ് ആദ്യം ഉണ്ടായ മുസ്ലിം പാർട്ടി. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് വളർന്നു, പ്രതിപക്ഷ മുസ്ലിം ലീഗ് ഉണ്ടായി. പിന്നീട് വന്നത് PDP ഉണ്ടായി, അബ്ദുൽ നാസർ ഇല്ലാതായല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്ന ആ പൊളിറ്റിക്സിലാണല്ലോ വരുന്നത്. PDP ഉണ്ടായത് കരുനാഗപ്പള്ളിലാണെങ്കിലും അത് വളർത്താൻ അദ്ദേഹം പോയത് പിന്നെ മലപ്പുറത്താണ്. അപ്പോൾ അന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കടുത്ത വിമർശനം പറഞ്ഞുകൊണ്ടാണ് മദനി അവിടേക്ക് ചെല്ലുന്നതും ഈ മുസ്ലിം ജനസാമാന്യത്തിലേക്ക് ചെല്ലുന്നതും ഒക്കെ. പിന്നെ വന്നത് വെൽഫെയർ പാർട്ടി വന്നു, SDPI വന്നു. അപ്പോൾ ഇത്രയും പാർട്ടികൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ PDP അപ്രസക്തമായി, അപ്രത്യക്ഷവുമായി അത് തീർന്നുപോയി. പിന്നെ വരുന്നത് വെൽഫെയർ പാർട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ്, അവരൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്, സംഘബലം കൊണ്ട് ദുർബലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരാനുള്ള സ്പേസ് ഇല്ല. പക്ഷേ അവർക്കൊരു ആശയമുണ്ട്, തീർച്ചയായിട്ടും ആശയവും അടിത്തറയുണ്ട്. അതുപോലെ തന്നെ SDPI അവർ കുറച്ചുകൂടെ മിലിറ്റൻ്റാണ്. അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ അവർ കൃത്യമായി ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മിലിറ്റൻസിയിലും ആളുകളെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും എതിർവാദങ്ങളെ നിർജ്ജീവമാക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ അപ്പം നമ്മളൊന്ന് കാര്യം ആലോചിച്ച് നോക്കണം. പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയതിന് ശേഷമുള്ള കേരളത്തിലെ ചരിത്രം നോക്കണം. ജോസഫിനേക്കാൾ ജോസഫ് അറിയാതെ TP കുഞ്ഞുമുഹമ്മദ് എഴുതിയ ഒരു സ്റ്റാൻസ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളതല്ല. അദ്ദേഹം അന്ത്യപ്രവാചകനെതിരെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം ഒന്നും ചെയ്തില്ല, അറിയാതെ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ലേഷൻ കൊടുത്തു എന്ന് മാത്രമല്ലേ അദ്ദേഹം ചെയ്തുള്ളൂ, വേറെ ചെയ്തില്ല. അദ്ദേഹത്തിനെ എതിർത്ത ആളുകൾ ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കണം. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്ന ആരൊക്കെയാണ്? ആരിഫ് ഹുസൈൻ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആരിഫ് ഹുസൈൻ നിറഞ്ഞൊരു സാന്നിധ്യം. AP മുഹമ്മദ്, അതുപോലെ തന്നെ ജാമിദ ടീച്ചർ, ഇവരൊക്കെ വന്ന് എത്ര രൂക്ഷമായിട്ടാണ് വിമർശിക്കുന്നവരെ എന്താ ഒന്നും ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ അതോടുകൂടി, അതായത് അത്ര ഒരു കാര്യം വന്നതോടുകൂടി ഈ ചിത്രമെല്ലാം മാറി. സെബാസ്റ്റ്യൻ ബാലുശ്ശേരി, അങ്ങനെ കണ്ട ഒരാൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹം ഈ ചാനലിൽ വന്നിരുന്ന് ഈ ഇസ്ലാം മതത്തിനെക്കുറിച്ച് അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാടെ കൈവെട്ടിയത് കൊണ്ടുണ്ടായ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ വിമർശനം കൂടുതൽ ശക്തമായി. പല വിമർശനങ്ങളും അൺപാർലമെൻ്ററി വിമർശനങ്ങളിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജനാധിപത്യ രാജ്യത്ത് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതേ കൈവെട്ടലിന് ശേഷം ആ കേസിൽ പ്രതികളായവരെ ഒരു ജനവിഭാഗം ജയിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെയും സംഭവിച്ചു. കേരളം അതും സാക്ഷ്യം വഹിച്ചതാണ്. അത് പിന്നെ SDPI മാത്രമല്ലല്ലോ, CPM ക്രിമിനലുകളെ ജയിപ്പിച്ചിട്ടുണ്ടല്ലോ. കണ്ണൂരിലെ CPM, ഞാൻ ആ പേരില്ല, ആര് ജയിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ജനവിഭാഗത്തിന് ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്നെ ജയിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ വോട്ടർമാർ തീരുമാനിക്കണം ഇയാൾ ജയിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇപ്പോഴും ഒരു സ്വീകാര്യത ഉണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിളിലെങ്കിലും ദേ ആർ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആൻഡ് ദേ ആർ ഇൻ പവർ എന്നതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടൊരു രാഷ്ട്രീയ അധികാരം കേരളത്തിൽ പിടിച്ചെടുക്കുക അത്ര പ്രായോഗികമല്ല. അത് ഞാൻ പറഞ്ഞത് കേരളത്തിലെ. പക്ഷെ അതുപോലെ വേറൊരു കാര്യം, താങ്കൾ പറഞ്ഞ പോലെ അവരെ ജനങ്ങൾ വെറുത്തു മാഷിൻ്റെ കൈവെട്ടിയതോട് എന്ന് പറയുമ്പോഴും അതിനുശേഷവും അവരുടെ അക്രമങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. ആലപ്പുഴ അറിയാമല്ലോ, ഒരാളുടെ വീട്ടിൽ കയറി തല കൂടെ അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിസ്സാരമായി കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോഴും അവരുടെ അഗ്രസീവ്നെസ്സിന് ഒരു കുറവുമില്ല. അവരുടെ പൊളിറ്റിക്കൽ ഭാവി എന്താകും? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, SDPI ഇപ്പോഴും നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയ വിഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പൊളിറ്റിക്കൽ ഭാവി എന്താണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അല്ല, കേരളത്തിലെ പൊളിറ്റിക്കൽ ഭാവി എന്ന് പറഞ്ഞാലേ അത്തരം ഒരു പ്രത്യയശാസ്ത്രം, അത്തരം ഒരു നിലപാടിന് കേരളത്തിൽ അംഗീകാരം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി മാത്രം വിചാരിച്ചാൽ ജയിപ്പിക്കാൻ കഴിയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മലപ്പുറം കോൺസ്റ്റിറ്റ്യുൻസിയിലുള്ള 5-6 കോൺസ്റ്റിറ്റ്യുൻസിയിൽ മാത്രമേ പറ്റുള്ളൂ. മലപ്പുറത്ത് തന്നെ മറ്റ് കോൺസ്റ്റിറ്റ്യുൻസികളുണ്ട്. എല്ലായിടത്തും മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കില്ല, എല്ലാവരും കൂടെ വോട്ട് ചെയ്തെങ്കിലേ ജയിക്കുകയുള്ളൂ. അവിടെ UDFന്റെ ഒരു കോട്ട എന്നുള്ള രീതിയിലാണ് എന്നാലും അവിടെ മെജോറിറ്റി മുസ്ലിം ലീഗ് തന്നെയാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും. 2 മുസ്ലിങ്ങൾ മത്സരിക്കുമ്പോൾ സെക്കുലറായ മുസ്ലിമിനായിരിക്കും മറ്റാളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം മതമൗലികവാദത്തിൻ്റെ സ്പേസ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലീഗിൻ്റെ പൊളിറ്റിക്സാണ് കേരളത്തിന് അനുയോജ്യം എന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷേ ഇവരുടെ SDP മുന്നോട്ട് വയ്ക്കുന്ന മതമൗലികവാദം കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല, പ്രയാസമാണ്. അതിനകത്ത് SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ആദ്യം മുന്നോട്ട് വെച്ച വളരെ തന്ത്രപൂർവ്വം അവർ മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്. ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം, അതിലൂടെ അധികാരം പിടിക്കാം. അത് പിന്നെ മദനിയും അത് മുന്നോട്ട് വെച്ചതാണ്. അത് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ
ക്രിസ്ത്യാനികളെ അവർ ന്യൂനപക്ഷമായിട്ട് കണക്കാക്കിയിട്ടില്ല. ക്രിസ്ത്യാനികളെ അവർ ഈ സവർണരുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. DHRM പോലെയുള്ള പിന്നെ ദളിത് DHRM പോലുള്ള സംഘടനകൾ, പിന്നെ അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തിയാൽ, ഹിന്ദു ജനസംഖ്യയിൽ 27% ഈഴവരാണ്. അവരെ കൂടെ നിർത്തിയാൽ പിന്നീട് ദളിതന്മാരും മുസ്ലിങ്ങളും മറ്റ് പിന്നോക്കക്കാരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റും. കണക്കൂട്ടലൊക്കെ വളരെ കറക്റ്റാണ്, പക്ഷേ അത് പ്രായോഗികമല്ല. പ്രായോഗികമല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മധ്യ തിരുവിതാംകൂറിലേക്ക് വന്നു കഴിയുമ്പോൾ തിരുവിതാംകൂറിലെ ഈ വോട്ട് തീരുമാനിക്കുന്നത്, സ്ഥാനാർത്ഥിയുടെ ജയപരാജയം തീരുമാനിക്കുന്നതിൽ ഈ ക്രിസ്ത്യൻ നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു യൂണിറ്റിക്ക് ഒരു വലിയ റോളുണ്ട്. ക്രിസ്ത്യാനികളും നായരും കൂടെ ഒന്നിച്ച് എപ്പോൾ വോട്ട് ചെയ്യുന്നു ആ സ്ഥാനാർത്ഥിക്ക് ജയമുണ്ട്. അത് തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ മലബാറിലേക്ക് പോയാൽ അവിടെ നായരും അല്ലെങ്കിൽ തീയര് ആ വ്യത്യാസത്തേക്കാൾ കൂടുതൽ അവിടെ പൊളിറ്റിക്കലാണ്. മലബാർ പൊളിറ്റിക്കലാണ്. ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് പോയാൽ അവിടെ മതം മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം ഒരു കാലഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ വോട്ടിംഗ് ദിവസം എവിടെ പോകണമെന്ന് ചോദിച്ചാൽ കോണിക്ക് കുത്താൻ പോകണമെന്ന് പറയും. ഞാൻ മലപ്പുറം പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. എവിടെ പോകുന്നതെന്ന് വെച്ചാൽ കോണിക്ക് കുത്താനാണ്, കോണിക്ക് വോട്ട് ചെയ്യാനാണ് പോകുന്നത്. അതിനപ്പുറത്ത് അവർക്കൊരു ജനാധിപത്യമില്ല. അപ്പോൾ അത്രയും സ്വാധീനം ലീഗിന് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ ഒരു പൊതു സ്ട്രക്ചർ. അങ്ങനെ ഒരു സ്ട്രക്ചർ നിൽക്കുമ്പോൾ ഒരു ഭീകരമായ അല്ലെങ്കിൽ ഒരു ടെററിസം അതൊന്നും കേരളത്തിൽ വേരോടും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ഇസ്ലാമിക് ടെററിസത്തെക്കുറിച്ച് പറയുമ്പോൾ RSS അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ഹൈന്ദവ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹൈന്ദവ എക്സ്റ്റൻസീവ് വാദം, ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതേക്കുറിച്ച് നമുക്ക് പരിഗണിക്കാതിരിക്കാൻ സാധിക്കില്ല. അത് എത്രത്തോളം കേരളത്തിൽ ശക്തമായി വേരോടും? മുന്നേ ഒരു അധ്യായത്തിൽ താങ്കൾ പറഞ്ഞു BJPയുടെ ഈ ഹൈന്ദവ അജണ്ട വലിയ പാടാണ്, അവർക്ക് തന്നെ തിരിച്ചടിയാകും. കേരള പ്രോസ്പെക്റ്റിൽ ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക എന്താ പറയുക പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഹൈന്ദവ പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദം അത് എത്രത്തോളം കേരളത്തിൽ വേരോടും? അത് ഹൈന്ദവ തീവ്രവാദം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ദേശീയ ബോധമാണ് BJP അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്നത്. RSS അങ്ങനെ ഒരു കേരളത്തിൽ അങ്ങനെ ഒരു RSSും സംഘർഷം നടന്നിരിക്കുന്ന RSS ലീഗുമായിട്ടല്ലല്ലോ, RSS CPM-ഉമായിട്ടാണ്. പരസ്പരം കൊന്നിരിക്കുന്ന RSSകാർ CPM-കാരെ കൊല്ലുന്നു, CPM-കാർ RSSകാരെ കൊല്ലുന്നു. പോപ്പുലർ ഫ്രണ്ടും ഉണ്ടല്ലോ, അവരുടെ ഒരു നേതാവ് ഇപ്പോൾ ഈ അടുത്ത ആലപ്പുഴ മാത്രമല്ലേ നടന്നുള്ളൂ. അവരുടെ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവിനെ കൊന്നു എന്നുള്ളതിന്റെ പ്രതികാരമാണ്. ഇതുമായി യാതൊരു ബന്ധമില്ലാത്തൊരു നിരപരാധിയെ അഡ്വക്കേറ്റ് ശ്രീനിവാസനെ അല്ല. പക്ഷേ ആ രണ്ട് കൊലപാതകമല്ലാതെ മലബാറിലേക്ക് പോയാൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ മുഴുവൻ പൊളിറ്റിക്കലാണ്, കമ്മ്യൂണൽ അല്ല അത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു പ്രശ്നം വെച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നാണ്. BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവർ മാറ്റേണ്ട ഒരു കാലമായിരിക്കുകയാണ്. അവരിപ്പം ഡോക്ടർ അബ്ദുൽ അസീസിനെ അവർ മത്സരിപ്പിച്ചു, പഴയ കാലിക്കറ്റ് VC മലപ്പുറത്ത് മത്സരിപ്പിച്ചു. അദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ അവിടെ വോട്ട് പിടിച്ചു. അബ്ദുള്ള കുട്ടിയെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു. അതുപോലെ അഡ്വക്കേറ്റ് ദിവേദ് തന്നെ 1,13,000 വോട്ട് പിടിച്ചു. പൊന്നാനിയിൽ 1,00,000 വോട്ട് പൊന്നാനിയിൽ പിടിച്ചു. പൊന്നാനി ശരിക്കും ഒരു സവർണ്ണ ഹിന്ദുത്വ മേധാവിത്വം ഉള്ള ഒരു സ്ഥലമാണ്. അത്രയും വോട്ട് അവർക്ക് സമാഹരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം മുസ്ലിം ലീഗിൽ ദേശീയ ബോധമുള്ള ഒരു ഭാഗത്തിനെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഡിയുടെ നയങ്ങളുമായിട്ട്, ഹിന്ദുത്വം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മോഡിയുടെ പൊളിറ്റിക്കൽ പോളിസീസുമായിട്ട് രാഷ്ട്രീയ നയങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, BJPയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗത്തിനെ അവർക്ക് മുസ്ലിം സമുദായത്തിലുണ്ടാക്കി. അബ്ദുള്ള കുട്ടി വന്നു എന്നുള്ളതുകൊണ്ട് വോട്ട് ചെയ്യത്തില്ല, അബ്ദുൽ സലാം വന്നുകൊണ്ടും വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യണമെങ്കിൽ അവരെ മുന്നേ നിർത്തി ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കണം. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ NDAയിൽ ഉണ്ടാകണം, ആ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം. BJPയിൽ ചേരുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിത് പറയുമ്പോഴും ഇതിനു മുന്നേ നമ്മൾ ഈ ഇലക്ഷൻ്റെ നമ്മുടെ എന്താ പറയുക എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന സമയത്ത് ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. അതിൽ ശ്രീ ഫക്രുദ്ദീൻ അലി അറിയായിരിക്കുമല്ലോ, അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയുണ്ടായി, ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാകും. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുമായിരിക്കാം, പക്ഷേ ഇത് വിദൂരമല്ല ഇങ്ങനൊരു സംഭവം. യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ലീഗ് മുഴുവനായി പോകുമോ, ലീഗ് പിളരുമോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം UDFൻ്റെ ഒരു സാന്നിധ്യം ശക്തമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ UDFന് പെട്ടെന്ന് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ NDA അല്ലെങ്കിൽ BJP പിന്തുണയ്ക്കാൻ പ്രയാസമുണ്ടാകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ SDP ശക്തി പ്രാപിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ലീഗ് തന്നെ ശക്തമായ ജനാധിപത്യ നിലപാടിൽ നിന്നപ്പോഴും പലപ്പോഴും ലീഗിനകത്ത് അവർക്കുണ്ടാകുന്നൊരു വലിയ വെല്ലുവിളി SDP-യുടെ വെല്ലുവിളിയാണ്. അപ്പോൾ അതിനകത്ത് കടുത്ത മതമൗലികവാദമുള്ള ശക്തികൾ അവിടെ വളർന്നു വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് മലപ്പുറത്തല്ല, എല്ലായിടത്തും വരുന്നുണ്ട്. അതിനെ അതിജീവിച്ച് വേണം ലീഗിന് നിലനിൽക്കാൻ. അപ്പോൾ ലീഗിനകത്ത് സംഘർഷങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും മുനീറും ഒക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ വ്യത്യസ്ത ആശയങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അവരൊന്നിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേശീയ ബോധമുള്ള, ഇപ്പം അബ്ദുൽ അസീസിന്
പിന്നെ പാർട്ടി ചേരാൻ പറ്റുമെങ്കിൽ AP അബ്ദുള്ള കുട്ടിക്ക് പാർട്ടി ചേരാൻ പറ്റുമെങ്കിൽ ഇത് ഒരിക്കൽ നമ്പൂതിരിപ്പാട് പരീക്ഷിച്ചാണ്. RSSന്റെ ഒരു നിലപാട് കേരളത്തിൽ തീവ്രമാകാൻ സാധ്യതയുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു 2026 ആകുമ്പം RSSന്റെ ഇപ്പോഴത്തെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം ഒരു തീവ്ര ഹിന്ദുത്വ ലെവലിലേക്ക് പോകുമോ? എന്താ? അല്ല, RSSന്റെ മൃദു ഹിന്ദുത്വ സമീപനം അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. RSS ഒരു പ്രത്യേകതരം ഇനി ഈ തീവ്ര ഹൈന്ദവതയൊന്നും കേരളത്തിൽ ഓടില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. BJP കുറച്ചുകൂടെ സെൻസിബിൾ ആണ് RSS നേതൃത്വം. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി എന്നാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായും RSS നേതൃത്വം ഒരു തീവ്ര ഹിന്ദുത്വത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ പുറത്തത്തെ പ്രത്യേക, കാരണം പുറത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. 1947 ഹിന്ദു ആണെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മുസ്ലിം ഹിന്ദുവിനെ കൊല്ലുകയും മുസ്ലിം ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഹിന്ദു മുസ്ലിമിനെയും കൊന്ന സ്ഥലമാണത്. വർഗീയ കലാപങ്ങൾ ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആശയപരമായുള്ള ഒരു ഭിന്നത ഉണ്ടാക്കാൻ ഇരുകൂട്ടരും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടുണ്ട്. ആശയപരമായ ഭിന്നത തീർച്ചയായിട്ടുണ്ട്. ആശയപരമായ രണ്ട് കൂട്ടരെയും രണ്ട് എൻറ്റിറ്റി ആയിട്ട് നിർത്താൻ RSSും ശ്രമിക്കുന്നുണ്ട്, ഇതര SDP പോലെയുള്ള സംഘടനകൾ അവരും ശ്രമിക്കുന്നുണ്ട്. ശരിയല്ലേ അത്? അതിനെ പരിഹരിച്ചു കൊണ്ടുവന്നത് വലിയ പരിധിവരെ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് പാർട്ടി ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഒന്നിച്ച് നിന്നൊരു പാർട്ടിയായിരുന്നു. പാർട്ടി ദുർബലമായിപ്പോയി. പക്ഷേ ഇവരെക്കാൾ ഇപ്പോൾ താങ്കൾ CPM പറയുന്നത് ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഫ്രീ സ്പേസ് കിട്ടുന്നത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത് UDF അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ മുന്നണി സംവിധാനം UDF അല്ലേ? കുറച്ചുകൂടെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം അതല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. അല്ല, UDFനെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ UDFന് ഉണ്ടാകുന്ന ഒരു വലിയ പരിമിതി, കേന്ദ്രത്തിന് അധികാരമില്ലാതെ അവർക്ക് തുടരാൻ പറ്റില്ല. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് രാഹുൽ ഗാന്ധിക്ക് എഫക്റ്റീവായിട്ട് പ്രതിപക്ഷ നേതാവായി തുടരാൻ എത്ര കാലം കഴിയുമെന്നാണ് ഞാൻ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ ഞാൻ വായിച്ചു. മനോരമ ഫുൾ ടെക്സ്റ്റ് അത് കൊടുത്തിരുന്നു. നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ അതിനകത്ത് കാണാൻ പറ്റിയില്ല. രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വരുന്നത് വളരെ അധികം തന്ത്രശാലിയായ പ്രധാനമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് MP ആയിട്ടിരിക്കാൻ വലിയ കുഴപ്പം വരുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ചെറിയ പാളിച്ചകൾ പോലും വന്നാൽ ഇന്ത്യ മുന്നണി തകർന്നു പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അത് രാഹുൽ ഗാന്ധിക്കാണ് വെല്ലുവിളി, നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അത്ര അനായാസം കഴിയുന്നൊരു കാര്യവുമല്ല. അതിൻ്റെ റിഫ്ലക്ഷൻ സ്വാഭാവികമായും കേരളത്തിലുണ്ടാകും. താങ്കളുടെ പോയിന്റുകളെല്ലാം വ്യക്തമാണ്. കൃത്യമായി ലക്ഷ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ താങ്കളുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കളിത് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ചോട്ടാ പാർട്ടികളെക്കുറിച്ച് പറഞ്ഞു, കേരള കോൺഗ്രസിൻ്റെ ഉദയവും അസ്തമയവും അതേക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ ഭാവി, BJP RSS ഇവരുടെയൊക്കെ നിലപാടും ഭാവിയൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായിട്ട് CPMൻ്റെ ഒരു അവസ്ഥ 2026 കഴിയുന്നതോടുകൂടി CPMൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന് മറുപടി പറയണമെങ്കിൽ യുഗോസ്ലോവിയയിലെ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്ന മിലാൻ ജലീസ് എന്ന് പറഞ്ഞ ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ ന്യൂ സൊസൈറ്റി, അനാലിസിസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്നിടത്തൊക്കെ പാർട്ടി അധികാരത്തിലിരുന്നതിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ശീതളഛായയിൽ വളർന്നു വന്ന ഒരു പറ്റം പാർട്ടി നേതാക്കന്മാരുണ്ട്. അവർ ഒരു പ്രത്യേക ക്ലാസ്സായിട്ട് മാറി, അതായത് ന്യൂ ക്ലാസ്. അവരെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ദ റെഡ് ബൂർഷ്വാസി എന്നാണ്. ഈ റെഡ് ബൂർഷ്വാസി ക്യാപിറ്റലിസ്റ്റ് എങ്ങനെ തൊഴിലാളിയെ ചൂഷണം ചെയ്തു, ഭൂപ്രഭു എങ്ങനെ കർഷക തൊഴിലാളിയെ ചൂഷണം ചെയ്തു, അതിനേക്കാൾ ഭീകരമായിട്ടാണ് അവൻ സമൂഹത്തിൽ ചൂഷണം നടത്തുന്നത്. ആ റെഡ് ബൂർഷ്വാസിയുടെ കയ്യിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയ സ്ഥലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെ റഷ്യയിൽ റെഡ് ബൂർഷ്വാസി വന്നു. അതുപോലെ തന്നെ റുമേനിയയിൽ അവിടെ ചൗഷസ്ക്യൂവിനെ അവരെ ജനക്കൂട്ടം കൊന്നുകളയാണ് ചെയ്തത്. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന, എന്നിട്ട് ഇയാളുടെ ബോഡി കുഴിച്ചിട്ടു. പിന്നീട് രണ്ടാമത് കലാപം ഉണ്ടാക്കി ബോഡി പോലും ഈ മണ്ണി വേണ്ട മണ്ട് കടലെടുത്ത് കളഞ്ഞു. ഹനോക്കർ ജർമ്മനിയിൽ നിന്ന് ഓടിപ്പോവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ റെഡ് ബൂർഷ്വാസിയുടെ വളർച്ചയുടെ ലക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ശുഭലക്ഷണമല്ല. കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പ് നടത്തിയത് അത് റെഡ് ബൂർഷ്വാസിയാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും അതിനകത്ത് പങ്കൊന്നുമില്ല. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ഈ അധികാരത്തിൻ്റെ ആ സ്വാധീനം ഉപയോഗിച്ച് വളർന്നു വരുന്ന ഒരു ന്യൂനപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഞാൻ മിലാൻ ജലീസ് പറഞ്ഞ റെഡ് ബൂർഷ്വാസി കേരളത്തിൽ മാത്രമാണ് അവർക്ക് അക്സസിബിൾ ആണ്. അവർക്ക് നേതാക്കന്മാരുണ്ട്, അവരിലൂടെ അവർക്ക് കാര്യങ്ങൾ സാധിക്കാം. അതുകൊണ്ടാണല്ലോ PSC മെമ്പറാക്കാമെന്ന് പറഞ്ഞ് ഈ പണം വാങ്ങിച്ചത്. ഡയറക്റ്റ് ബോർഡിലേക്ക് ആളുകളെ കൊണ്ടുവന്നു ബാങ്കുകൾ പിടിച്ചെടുക്കുന്നു. പിന്നെ സകലമാന കോറി മാഫിയയുമായിട്ടും മദ്യമാഫിയായിട്ടും മയക്കുമരുന്ന് മാഫിയയിൽ പിടികൂടിയത് ആലപ്പുഴയിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെയല്ലേ. അവരൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന പ്രൊട്ടക്ഷനിലാണ് നിർത്തുന്നത്. ഈ റെഡ് ബൂർഷ്വാസിയുടെ വളർച്ച
മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനം കുറിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ജി സുധാകരൻ്റെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. അതിൻ്റെ ടൈറ്റിൽ എനിക്ക് ഉറങ്ങണം എന്നാണ്. എനിക്ക് ഉറങ്ങണം, പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ഉറങ്ങണമല്ലോ. അതായത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിലാപം. തൻ്റെ പാർട്ടി എങ്ങും എത്താതെ നിൽക്കുമ്പോൾ ഈ റെഡ് ബൂർഷ്വാസി പാർട്ടിയെ വരിഞ്ഞു മുറുക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നാണോ ജി സുധാകരൻ പറഞ്ഞത് എന്ന് കാലം തെളിയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന്